ആദിനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. കരുനാഗപ്പള്ളി പുതിയകാവ് മാർക്കറ്റ് റോഡ് ഉപരോധിച്ച പ്രവർത്തകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലവും കത്തിച്ചു. ഡൽഹിയിലെ പോലീസ് അതിക്രമത്തിനെതിരെയാണ് പ്രതിഷേധം നടത്തിയത്. ഡൽഹിയിലെ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചാണ് ആദിനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. ഭരണാധികാരികളാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് ഭരണം നടത്തുന്നത്. നിങ്ങൾക്കറിയുമോ, അയോധ്യയിലെ സംഭാവന കൊള്ളയിൽ തുടങ്ങി കോടിക്കണക്കിന് രൂപ നമ്മുടെ വിശ്വാസികളെ കൊള്ളയടിച്ചുകൊണ്ട് പാവപ്പെട്ട വിദ്യാർത്ഥികളെ നീറ്റ് പരീക്ഷയിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രധാൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ സഹായത്താൽ കോടിക്കണക്കിന് രൂപ കോഴ വാങ്ങി വിദ്യാർത്ഥികളെ ചതിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നരേന്ദ്രയുടെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്ത് നടമാടുന്നത്. അതിന്റെ തെളിവാണ് തുടർ പരീക്ഷകൾ എഴുതുമ്പോൾ പോലും നീതിയുക്തമായി പരീക്ഷ എഴുതുവാൻ സാധിക്കുന്നില്ല. അതിനെതിരെ രാജ്യത്താകമാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റെടുത്ത സമരത്തിന്റെ ഭാഗമായിട്ടാണ് ആദിനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ സമര പരിപാടി ഇവിടെ നടത്തുന്നത്. കേരപ്പെട്ടിന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രകടനത്തിന് ശേഷം പുതിയകാവ് മാർക്കറ്റ് റോഡും ഉപരോധിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലവും കത്തിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KM നൌഷാദ്, KS പുരം സുധീർ, G കൃഷ്ണപിള്ള, സലാം കാര്യാട്ട്, ആദിനാട് ഗിരീഷ്, ആദിനാട് മജീദ്, യൂസഫ് കുഞ്ഞ്, പൂക്കുഞ്ഞു പുതിയകാവ്, R സുരേഷ് ബാബു, രവിദാസ്, നാസിം പുതിയകാവ്, ചിന്നു സുനിൽ, അസീസ് കാബിൽ, ജയകുമാരി ഹരിക്കുട്ടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നമുക്കറിയാം, നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിനു ശേഷം ലോകത്തിന്റെ മുമ്പിൽ അഭിമാനകരമായി നിൽക്കുന്ന ഒരു രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങളെല്ലാം തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പൗരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൗലികമായ അവകാശങ്ങളിൽ ഒന്നാണ് വിദ്യാഭ്യാസം ചെയ്യുക എന്നുള്ളത്. ഇത്രയും കാലം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ വളരെ മഹത്തരമായി കാത്തുസൂക്ഷിച്ച, വളരെ പരിപാവനമായി കാത്തുസൂക്ഷിച്ച രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖല ആകെ തകർത്ത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകളെല്ലാം ക്രമക്കേടുകളാക്കി പുസ്തക മുതലാളിമാർക്ക് വേണ്ടി വിദ്യാഭ്യാസത്തെ വിൽക്കുന്ന ഒരു ഭരണകൂടത്തെയാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് കാണുവാൻ കഴിയുന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.